ഹായ് വെൽക്കം ടു ടെക് കണ്ണൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ ബ്ലൂടൂത്ത് മോഡ്യൂളിനെ കുറിച്ചാണ്. ഇതൊരു MP3 FM ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. അതിൽ USB പ്ലേ ചെയ്യും, പിന്നെ നമുക്ക് കാർഡും യൂസ് ചെയ്യാം. നമ്മുടെ മെമ്മറി കാർഡും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ലോക്കൽ വാങ്ങിയതാണ്. ജസ്റ്റ് 250 റുപ്പീസാണ് ഇതിന് വരുന്നത്. പല വിലയുടെയും ഇത് കിട്ടുന്നുണ്ട്. ഇത് നമുക്കൊരു 150 രൂപ മുതൽ മുകളിലേക്ക് നമുക്കിത് കിട്ടും. ഇങ്ങനെ ചിലതിൽ ബ്ലൂടൂത്ത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ ബ്ലൂടൂത്ത് ഉണ്ടോ എന്ന് നോക്കണം. ഞാനിതിൻ്റെ വീഡിയോയുടെ താഴെ ആമസോൺ ലിങ്ക് ഇടാം. ഇതിൻ്റെ ആമസോണിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 150 രൂപയുടെ ഇതിലും കുറച്ചും കൂടി കുറഞ്ഞ ഡീകോഡറാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വോയിസ് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പ്രവർത്തിച്ച് നോക്കാം. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിച്ച് നമുക്ക് ആംപ്ലിഫയേഴ്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സ്റ്റീരിയോ സിസ്റ്റം ഒക്കെ നമുക്ക് ബ്ലൂടൂത്ത് USB ഫങ്ഷനാലിറ്റി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് മെയിനായിട്ട് വരുന്നത് ഇതതിൻ്റെ പവർ കണക്ഷനാണ്. ഇതിലേക്ക് നമ്മൾ 5 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാറിലൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കാറിലെ 12 വോൾട്ട് ബാറ്ററിയിൽ ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്പീക്കർ കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ 3 അതിൻ്റെ സ്പീക്കർ കണക്ഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ FM ഉണ്ട്. നമുക്ക് FM-ന് ആൻറ്റിന കണക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന ആൻറ്റിന അതിൻ്റെ വൈഫൈ ആൻറ്റിനയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് MP3 FM ബോർഡ്. നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ പാമിൻ്റെ മോഡ്യൂൾ വെച്ചിട്ടാണ്. ഇതൊരു പാം ആംപ്ലിഫയർ ആണ്. ഇത് നിങ്ങൾക്ക് ഒരു 50 റുപ്പീസിനൊക്കെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ആമസോണിൽ കിട്ടും. അതല്ലെങ്കിൽ അലി എക്സ്പ്രസ്സിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 20 രൂപയ്ക്ക് ഇത് കിട്ടും. ഇതിൻ്റെയും പ്രത്യേകത ഇത് 5 വോൾട്ടിൻ്റെയാണ്. അപ്പോൾ 5 വോൾട്ടിൻ്റെ ആംപ്ലിഫയറും 5 വോൾട്ടിൻ്റെ തന്നെ മോഡ്യൂളുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ അടുത്തൊരു വീഡിയോയിൽ ഇതുകൊണ്ട് ഈ രണ്ടും ഉപയോഗിച്ച് എങ്ങനെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്, പോർട്ടബിളായിട്ടുള്ള ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട്സ്. ഇത് 2 ഔട്ട്പുട്ട്സാണ്. ഇത് നമ്മുടെ ഇതിലേക്ക് സ്പീക്കറിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട്. ഇതിന് നമുക്ക് 3 ഇൻപുട്ട് ഉണ്ട്. ഒരെണ്ണം ലെഫ്റ്റ്, റൈറ്റ്, പിന്നെ അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട്. പിന്നെ ഇതിൽ 5 വോൾട്ട് കൊടുക്കാനുള്ള ഇതുണ്ട്, ഓപ്ഷനുണ്ട്. അത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ വിത്ത് നിങ്ങൾക്കൊരു ഫുള്ളി വർക്കിംഗ് സിസ്റ്റം വളരെ ഈസി ആയിട്ട് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനൊരു USB ഇതിൻ്റെ നമ്മുടെ ചാർജറിൻ്റെ ഒരു കേബിൾ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് കൊടുത്തിരിക്കുന്നത്. 5 വോൾട്ട് നമുക്ക് USB ചാർജർ, ഏതെങ്കിലും മൊബൈലിൻ്റെ ചാർജർ യൂസ് ചെയ്തിട്ട് നമുക്കിത് ചാർജ് ചെയ്യാം, മീൻസ് പവർ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു റെഡും ബ്ലാക്കും വയറുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ പോസിറ്റീവിലേക്കും ആംപ്ലിഫയറിൻ്റെയും ഇതിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവിലേക്കും കൊടുത്താൽ മതി. പിന്നെ ഈ സൈഡ് നമുക്ക് ചാർജറിൽ കുത്തിയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ പവർ ചെയ്തിട്ടുണ്ട് 5 വോൾട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ആംപ്ലിഫയറും പവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ ഇപ്പോൾ ബ്ലൂടൂത്ത് മോഡിലാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിനൊരു റിമോട്ട് കൺട്രോളുണ്ട്. ഈ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മോഡ്സൊക്കെ മാറ്റാൻ കഴിയും. ഇപ്പോൾ ഇത് നമുക്ക് FM മോഡിലേക്ക് മാറി. ഇപ്പോൾ നമുക്ക് FM സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ FM നമുക്ക് ലഭിക്കും. പിന്നെ അതുപോലെ AUX മോഡുണ്ട്. അപ്പോൾ നമുക്കിതിൽ AUX പോർട്ടിലേക്ക് നമ്മുടെ മൊബൈലിൽ നിന്നോ വേറെ എന്തെങ്കിലും പ്ലെയറിൽ നിന്നോ നമുക്ക് AUX കേബിൾ കുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടി ഫങ്ഷൻ മോഡ്യൂളാണ്. ജസ്റ്റ് 230 റുപ്പീസേ ഇതിന് വരുന്നുള്ളൂ. ഞാൻ ലിങ്ക്, ആമസോണിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഇടുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ലോക്കൽ ഇലക്ട്രോണിക് ഷോപ്സിലെല്ലാം ഇത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇത്. ഞാനൊരു പാട്ട് ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കേൾപ്പിച്ച് തരാം. ഇപ്പോൾ നമ്മൾ കേട്ട പാട്ട് ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കേട്ടത്. അത്യാവശ്യം നല്ല എഫക്ട്സ് ഉണ്ട്.
ജസ്റ്റ് ഒരു 3+3 വാട്ടിൻ്റെ ആംപ്ലിഫയർ ആണ് നമ്മളതിന് വേണ്ടി യൂസ് ചെയ്തത്. നമ്മുടെ ഫോണിൻ്റെ ചാർജറും മാത്രമേ നമ്മളതിന് പവർ ചെയ്യാൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആൾറെഡി പഴയതായിട്ട് കിടക്കുന്ന പഴയ സ്റ്റീരിയോ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മോഡ്യൂൾ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെ ഉണ്ടാക്കാമെന്ന ഫുൾ ബിൽഡിങ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നത് ഒരു സെൻട്രൽ ചാനൽ, പഴയ നമ്മുടെ ഷോപ്സിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സെൻട്രൽ ചാനൽ സ്പീക്കർ കൊണ്ടാണ്, ഇതുപോലത്തെ ഒരു സ്പീക്കർ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടെക് കണ്ണൻ. ഗുഡ് ഡേ.